ഞാൻ ദീപ സജി ചെറിയാൻ. നിങ്ങൾക്കറിയാലോ, ഞാൻ ചെറിയ ബൈക്ക് റൈഡുകളൊക്കെ പോകാറുണ്ട്. ഞാൻ കൂടുതലും പിന്നീടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ നാളെ, അതായത് ഇന്ന് രാത്രി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകും. നാളെ ഞങ്ങൾ ചണ്ഡീഗഡിൽ പോവുകയാണ്. സൺഡേ 21 ജൂൺ തൊട്ട് ഞങ്ങളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്പിറ്റി വാലിയാണ് സ്ഥലം. ചണ്ഡീഗഡിൽ ഞങ്ങൾ സ്കീമിലേക്ക് അടുത്തുള്ള നാർക്കണ്ടയിലേക്ക് പോകും. അത് കഴിഞ്ഞ് സ്പിറ്റി വാലി കവർ ചെയ്ത് കാസ, ചന്ദ്രതാൾ എല്ലാം കവർ ചെയ്ത് ഞങ്ങൾ മണാലിയിലൂടെ വീണ്ടും ചണ്ഡീഗഡിൽ തിരിച്ചെത്തുന്ന ഒരു 9 days റൈഡ് ട്രിപ്പാണ് പോകുന്നത്. ത്രിലോകിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഓൾമോസ്റ്റ് 20 മെമ്പേഴ്സ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ചെന്നാലേ അവർക്ക് കറക്റ്റ് കൗണ്ടൊക്കെ. അതിനുള്ള പ്രിപ്പറേഷൻ, ഒരു ഹൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആറ്റിറ്റ്യൂഡ് വരുന്ന 4500-600 മീറ്റേഴ്സ് വരെയാണ് ഇന്ന് ഞങ്ങൾ ഈ പോകുന്ന റൈഡിലുള്ള ആറ്റിറ്റ്യൂഡ് വരുന്നത്. അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. മെഡിസിൻസ് തൊട്ട്, പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഹീറ്റിംഗ് ഒന്നും കിട്ടിയെന്ന് വരില്ല. സോ ആ സമയത്തേക്ക് നമ്മൾ തെർമൽസ് കൊണ്ടുപോകണം. അതിനുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നും എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം വളരെ കുറച്ച് ലഗേജ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾക്ക് ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്. ഹെൽമെറ്റ് വൈഫൈ ഒക്കെ ഉള്ള, ഹെൽമെറ്റിൽ ഇൻകോം ഉള്ളത് കാരണം ഞങ്ങൾക്ക് ബ്ലൂടൂത്തും ഒക്കെ ഉള്ളത് കാരണം അതിൽ ഹാൻഡ് ബാഗിലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷൻസ്, ഓരോ മെഡിസിൻ എന്തൊക്കെ എടുത്തതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ബൈക്ക് ട്രിപ്പ് അല്ലെങ്കിൽ കൂടെ നിങ്ങളൊരു വെറും ഒരു ട്രിപ്പിനാണെങ്കിൽ കൂടി ഈ മെഡിസിൻസ് ഒക്കെ കരുതോ. ഞങ്ങൾ മെഡിസിൻസ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഡയാമോക്സ് ആണ് ഒരു മരുന്ന്, പിന്നെ പാരസെറ്റാമോള്, കുറച്ച് ഡെക്സ, പാൻഡോസിഡ്, മോണ്ടാകെൽസി. അങ്ങനെ നമ്മൾ എപ്പോഴും പോകുന്നതിന് മുമ്പ് ഒരു ഫിസിഷ്യനെ കണ്ട് നമ്മളൊരു നല്ല ഫിറ്റായിട്ടിരിക്കാൻ നോക്കുക. എക്സസൈസൊക്കെ ചെയ്ത്, ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്ത്. പിന്നെ അതുകൂടാതെ നമ്മൾ നമ്മുടെ മരുന്നുകൾ, എനിക്കിപ്പോൾ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നതാണ്, അതുണ്ട്. പിന്നെ ഞാൻ ഒരു നേഴ്സ് ആയത് കാരണം എൻ്റെ ഗ്രൂപ്പിൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ലഡാക്കിലൊക്കെ പോയപ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയൊക്കെ വളരെ കുറവായിട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്തു. അത് കാരണം ഞാൻ എൻ്റെ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻ്ററി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഡെക്സയും ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് ഞാനൊരു ഡെക്സയും ഹൈഡ്രോകോർട്ടിസോണും എടുത്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ചെറിയൊരു ആസ്മാറ്റിക് ചേഞ്ച് ഉള്ളത് കാരണം എനിക്ക് 2 ഇൻഹൈലർ ഉണ്ട്, ഡുവോളിനും ഇവിടെ. ഇതൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്ത് നമുക്ക് വേണ്ട മരുന്നുകളും ഡോക്ടേഴ്സിന് അറിയാം. അപ്പോൾ അവർ അസിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതെല്ലാം പറഞ്ഞുതരും. പിന്നെ ഞാനൊരു തെർമോമീറ്ററും ഒരു സാച്ചുറേഷൻ പ്രോബും എടുത്തിട്ടുണ്ട് നോക്കാനായിട്ട്, ഓക്സിമീറ്റർ. പിന്നെ ഞാനൊരു ഡിഫീറ്റ് എന്ന് പറഞ്ഞൊരു ഓയിൽമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പെയിൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ഒന്ന് മസാജ് ചെയ്ത്, ബൈക്കിൽ ചിലപ്പം ചില ദിവസങ്ങളിൽ 200 കിലോമീറ്റർ വരെ, നമ്മൾ 298 വരെയുണ്ട് ചില ദിവസം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പെയിനൊക്കെ ആണെങ്കിൽ ഒരു ഏക്കിനൊക്കെ ഇതിലാക്കിയിട്ട് ഒരു മസിൽ റിലാക്സൻ്റ് ഇട്ടിട്ട് കിടന്നാൽ നമുക്ക് കുറച്ച് സുഖം കിട്ടും. പിന്നെ ഒരു മെയിൻ കാര്യം ORS ആണ്. ഞങ്ങൾ ബൈക്കിലായത് കാരണം വാട്ടർ ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് സജിയുടെ ബാക്കിലിടും. ഞങ്ങൾ 2 പേരും ഇതിനകത്ത് ഫില്ല് ചെയ്ത് ഇടയ്ക്ക് നിർത്തുമ്പോൾ ORS ഇട്ട് ഫില്ല് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിമുലേഷന് നമുക്ക് എളുപ്പമാണിത്. അത് കാരണം നമ്മളിതിങ്ങനെ ഒത്തിരി വെള്ളം കുടിക്കണം. അതിങ്ങനെ കുടിക്കുന്ന ORS ഇട്ടിട്ടായിരിക്കും. അപ്പോൾ ആ ORS ഞാൻ ഇവിടുന്ന് തന്നെ മേടിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാൽ ചണ്ഡീഗഡിലൊക്കെ ചെന്ന് നമ്മൾ അന്വേഷണം നടക്കാനൊക്കെ പാടില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടുന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോവുക. അപ്പോൾ ഇത് ഇത്രയും മതിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഒരു 3 എണ്ണം ഇത് ഒരു ദിവസം ഉണ്ടെങ്കിൽ അങ്ങനെ അത്രയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അത് മതിയായിരിക്കും ഞങ്ങൾക്ക് വേണ്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് മെയിനായിട്ട് നമ്മൾ ആദ്യം ഞാൻ ചെയ്ത സ്റ്റെപ്പ് കേട്ടോ. ഡെക്സ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഡെക്സ് എടുക്കേണ്ട വന്ന്, ഇൻഹൈലർ എടുക്കേണ്ട വന്ന് പാങ്കോങ്ങിലേക്ക് ഇരിക്കുന്ന ലഡാക്കിൽ പോയപ്പോൾ. അത് കാരണം ഇപ്രാവശ്യം ഞാൻ വീണ്ടും ഫില്ല് ചെയ്തു. പിന്നെ എനിക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചൂയിങ്കം വായിലിട്ടുകൊണ്ടിരിക്കും, അതുണ്ട്. അത്രയേ ഉള്ളൂ സംഭവങ്ങൾ. ഇതങ്ങനെ കുറച്ച് എമർജൻസി മെഡിസിൻ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കരുതുന്ന മെഡിസിൻസ്, ഹീലക്സ് സ്പ്രേ ഒക്കെ വെക്കുന്നവരുണ്ട്. അതൊക്കെ അവരുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ പോകുന്ന വണ്ടിയിൽ ബാക്കപ്പും ഉണ്ട്, ഇതുമുണ്ട്. അപ്പോൾ പൈലറ്റ് ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം കാണുമായിരിക്കും നമ്മുടെ ലഗേജൊക്കെ വെക്കുന്നതിനകത്ത്. ഓക്കെ. നമ്മളിത് പോകുമ്പോൾ ടോയ്ലറ്ററീസ് എല്ലാം എടുക്കണം. പിന്നെ നമ്മൾ ഹെയർ ഡ്രയർ, ക്യാമറ ഞാൻ നമുക്ക് ബൈക്കിൽ ഫോൺ കൊണ്ടൊക്കെ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും ചില റോഡുകളിലൊക്കെ. അപ്പോൾ Insta 360 ഉണ്ട്. അത് ഞാൻ 1 TB കാർഡ് മേടിച്ചിട്ടു. എന്നാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മെമ്മറി കാർഡ് ഫുള്ളാകും, അത് ട്രാൻസ്ഫറിങ്ങും എല്ലാം ഒരു ബുദ്ധിമുട്ടായിരിക്കും റൈഡിൻ്റെ ഇടയിൽ. ലഡാക്ക് പോയപ്പോൾ എനിക്കതൊരു ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു. കാരണം 1 TB 21 അവേഴ്സോളം എനിക്ക് എടുക്കാൻ പറ്റും ഇതിനകത്ത്. അങ്ങനെ ഞാൻ 1 TB കാർഡ് മേടിച്ചിട്ടു. പിന്നെ ടോയ്ലറ്ററീസ് എല്ലാം എടുക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ബേസിക് കമ്മ്യൂണിറ്റീസ് ആണുള്ളത്, അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ലഗേജ് ഒത്തിരി ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ടീഷർട്ട്സ് കൗണ്ട് ചെയ്ത് 9 daysന്, പിന്നെ ഫ്ലൈറ്റിൽ പോരാൻ ഓരോ ജീൻസ്, പിന്നെ നമുക്ക് ഇന്നേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇടുന്ന ഇന്നേഴ്സ് ഉണ്ട്. ഇന്നേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ഞങ്ങൾ ഷർട്ട് മേടിച്ചിട്ടില്ല. എന്നാ വെച്ചാൽ ടീഷർട്ട് ഇടാനാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അതിങ്ങനെ ടൈറ്റ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ജാക്കറ്റ് ഊരി കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞങ്ങൾ അത് ഇന്നേഴ്സ് എടുത്തിട്ടില്ല, പാൻറ്റാണ് എടുത്തേക്കുന്നത്. വളരെ തിന്നാണ്, 2 പാൻറ്റുണ്ട്. അതൊരു ദിവസം വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കോളും, രാത്രി കൊണ്ട് ഉണങ്ങിക്കോളും 2 പേർക്കും അങ്ങനെ. പിന്നെ ഓരോ ഷോർട്സ്, ഒരു ഷോർട്ട്, എനിക്ക് ഒരു ട്രാക്ക് പാൻറ്റ്. പിന്നെ ഞാൻ റൈഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്രോക്ക് ഇടാനായിട്ട് നല്ല സുഖമായിരിക്കും. അത് കാരണം അങ്ങനെ ഒരു ഫ്രോക്ക് ഡിന്നറിനൊക്കെ പോകുമ്പോൾ ഹീറ്റഡ് റൂമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എടുക്കേണ്ടത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് തെർമൽസ് ഞാൻ 4 ലെയർ വരെ വേണമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പം ഞാൻ തെർമൽസ് മേടിച്ചിട്ടുണ്ട്. അത് എൻ്റെ പഴയ സ്റ്റോക്കുണ്ട്. അപ്പോൾ തെർമൽ പാൻറ്റ് ഷർട്ടും 2 എണ്ണം വീതം. പാൻറ്റ് 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഷർട്ട്. പിന്നെ എനിക്കിങ്ങനെ ഒരു സ്വെറ്റർ പോലത്തെ ഉള്ളത് കാരണം അതൊരു ലെയറാക്കി എടുത്തു. പിന്നെ ഒരു പുറത്തൊക്കെ നമ്മൾ ജാക്കറ്റ് ഊരിയിട്ട് പോകുമ്പോൾ ഇടാനായിട്ടൊരു സ്വെറ്റർ പോലത്തെ ജെഗിൻസ് പോലത്തെ സാധനം, അതങ്ങനെ തന്നെ സജിക്കും എടുത്തിട്ടുണ്ട്. സജിയുടെ ഇന്നർ ലൈനർ, പിന്നെ ജാക്കറ്റ്, തെർമൽസ്, ഇതെല്ലാമാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് നമുക്ക് അത്യാവശ്യം വാക്കിങ്ങിന് ഉപയോഗിക്കാം, ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ചപ്പലുകൾ, ഗ്ലൗസ്. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഹെഡിലിടുന്ന, സജിക്ക് ഇഷ്ടമില്ല അത് കാരണം ഹെഡിലിടുന്ന കവറുകൾ, ഹെഡ് കവറുകൾ, ഹെൽമെറ്റിൻ്റെ മുകളിലിടുന്ന കവറുകൾ ഞങ്ങൾക്ക് 2 പേർക്കും വേണമെങ്കിൽ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഹാൻഡ് ടവലുകൾ, പിന്നെ കുറച്ച് ലഡു, ഒരു ലഡു എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട് ലഡു ഉണ്ടാക്കി ഞാൻ എടുത്താണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക്. പിന്നെ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ചെറുത് പോർട്ടബിൾ. പിന്നെ കുറച്ച് കോഫി പൗഡർ, ഇഞ്ചി, അങ്ങനെയൊക്കെ ഇഞ്ചിയുടെ പൊടി, ചുക്കുപൊടി, കാപ്പി, ഉലുവ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ഗിയർ ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ ഗിയർ. പിന്നെ ഈ ഹാൻഡ് കാരിയിൽ നമ്മളിങ്ങനെ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്യണം. ഇതിനകത്ത് ഞങ്ങളുടെ ഹെൽമെറ്റിന് ഇതുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ അതെല്ലാം ഇനി ഇതിനകത്ത് ഹെൽമെറ്റിനകത്തൊക്കെ ആയിട്ട് നമ്മളിനി പലതും പാക്ക് ചെയ്യണം. എങ്ങനെയാണ് പാക്കിംഗ് എന്നുള്ളത്, പാക്കിംഗ് ഒരു നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് ആണല്ലോ, അതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ബിക്കോസ് ലഡാക്ക്, സ്പിറ്റി ആ സ്ഥലങ്ങളിലൊക്കെ സൺറൈസ് ഭയങ്കര ഹാർഷായിരിക്കും നമുക്ക്. അപ്പോൾ അവർ റൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകം പറയാറുള്ളൊരു കാര്യം 50 SPF ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഞാൻ കുറച്ച് ജെൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് മുഖത്ത് ഉപയോഗിക്കുന്നത്, ഫേസിൽ ഉപയോഗിക്കുന്നത്. പിന്നെ കയ്യിലൊക്കെ ഞാൻ ഒറ്റ അപ്ലൈ ചെയ്യും. പിന്നെ ഫുൾ ടൈം ഗിയർ ആയിരിക്കും, നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഇതെപ്പോഴും എൻ്റെ ഗിയർ പോക്കറ്റിൽ കാണും. അതുപോലെ എൻ്റെ ഇൻഹൈലറും ഞാൻ പോക്കറ്റിൽ വെക്കും. പിന്നെ ഡയമോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോക്കറ്റിൽ തന്നെ, അല്ലെങ്കിൽ ബാക്ക് ബോക്സിലായിരിക്കും എപ്പോഴും വെക്കുക. ഇത് നമ്മൾ നിർത്തുമ്പോൾ 4 hours കൂടുമ്പോൾ, 2 hours കൂടുമ്പോൾ നമ്മൾ നിർത്തുമ്പോഴെല്ലാം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യും. എവരിബഡി പുട്ട് ദാറ്റ്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മെൻ, വുമൺ, എവരിബഡി റൈഡിന് പോകുമ്പോൾ യൂഷ്വലി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ടാനാകും. പിന്നെ അത്ര നല്ലതും അല്ലല്ലോ നമുക്ക് റേസ് അടിക്കുന്നത്. അത് കാരണം ഞങ്ങൾ ചണ്ഡീഗഡിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ലഗേജ് എല്ലാം പാക്കായി, എല്ലാം എടുത്തു വെച്ചു ലിഫ്റ്റിലേക്ക്. ബൈക്ക് നാളെ രാവിലെ ഞങ്ങൾ അവിടെ പോയി എടുക്കും. അപ്പോൾ സീ യു സൂൺ.